പൊളിറ്റിക്കലി യൂണിഫൈഡ് ആകാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. ഇപ്പം മുസ്ലിം സമുദായത്തിലെ പോലെ പൊളിറ്റിക്കലി യൂണിഫൈഡായ ഒരു തോട്ട് പാറ്റേൺ ഒന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലില്ല. അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണവും ദോഷവുമുണ്ട്. ഗുണമെന്ന് പറയുന്നത് ഈ നമ്മളെ ആരും ഒരു ശത്രുപക്ഷത്തേക്ക് കരുതുന്നില്ല. നമ്മൾ LDFകാർക്കും UDFകാർക്കും ഒരുപോലെ ആക്സസിബിളായ ഒരു കമ്മ്യൂണിറ്റിയായി. ഇപ്പോൾ BJPക്കാർക്കും നമ്മളെവിടെയെങ്കിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ അലീജിയൻസിൽ പെട്ടവരായിരുന്നേ അത് നടക്കുകയില്ല. അതാണ് അതിൻ്റെ ഗുണകരമായത്. ഇവർ എല്ലാവർക്കും സമീപിക്കാവുന്നൊരു സമൂഹം, ആർക്കും പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ലാത്തൊരു സമൂഹമായി നിലകൊള്ളാൻ പറ്റും. ദോഷമെന്ന് പറയുന്നത് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ വോട്ട് ബാങ്കായി മാറാത്തതിൻ്റെ ദോഷമെന്ന് പറയുന്നത്. അതെ, കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം സമുദായമാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. കേരളം ആര് ഭരിക്കണമെന്ന് മുസ്ലിം സമുദായം ഇപ്പോൾ തീരുമാനിച്ചേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഇവിടെ ഭൂരിപക്ഷം ഹൈന്ദവ സമുദായമുണ്ട്.